ഹായ്, ഞാൻ ബിജു മീനച്ചിൽ ഹോംസിൽ നിന്ന് വീണ്ടും നിങ്ങൾക്കായി ഒരു വീഡിയോ കാണിക്കുവാനായിട്ട്, ഏറ്റവും പുതിയൊരു വീടിൻ്റെ വീഡിയോ കാണിക്കുവാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇത് പാലാ തൊടുപുഴ റൂട്ടിൽ പയപ്പാറ് കഴിഞ്ഞിട്ട് റവിത്താനം അടുത്തായിട്ടുള്ള ഒരു വീടിനാണ്. നല്ലൊരു വീടാണ്. 2600 സ്ക്വയർ ഫീറ്റും 13 സെൻറ്റ് സ്ഥലവുമുള്ള ഈ വീട് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ടോ, സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. കുറേ വീടുകൾ, ഏകദേശം 6-7ഓളം വീടുകൾ, നല്ല VIP ആയിട്ടുള്ള പോഷായിട്ടുള്ള വീടുകൾ തന്നെ പണി തീർന്നു വരുന്നതാണ്. ഈ വീടിൻ്റെ ചുറ്റുവട്ടവും ഉൾവശവും നമുക്കൊന്ന് കാണാം. ഈ വീടിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് 4 ബെഡ്റൂം വീടാണ്. 13 സെൻറ്റ് സ്ഥലമുണ്ട്. 13 സെൻറ്റ്. അത് കിണർ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും പറ്റത്തില്ല. ലാസ്റ്റ് ഫിനിഷിംഗ് പണികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗം ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും പച്ചക്കറി കൃഷികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക്, ഒരു സൈഡിൽ വ്യൂവിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഇതാണ് കിണർ. 365 ദിവസവും വെള്ളം കിട്ടുന്ന കിണർ. പറ്റാത്ത വെള്ളത്തിന് നമുക്ക് മറ്റൊരു സോഴ്സിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് വേറൊരു റബ്ബർ തോട്ടമാണ്. അത് അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു വീടുണ്ട്, പക്ഷെ നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്ന വീടല്ല. ഇപ്പോൾ ഈ സൈഡിലൂടെ കാണുന്ന വീട് എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പൗണ്ട് ചുറ്റിൽ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ചെയ്തിരിക്കുന്ന വീടുകളാണ്. അപ്പുറത്തെ വീടുകളും വിൽക്കാനുള്ളതാണ്. ഒരു വീട് മാത്രമാണ് ഇതിനകത്ത് കച്ചവടമായത്. ബാക്കി വീടുകളെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് കയറുമ്പോൾ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ജനൽപ്പാളികൾ, വാതിൽപ്പാളികൾ എല്ലാം തേക്കിൻ്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കാതലുള്ള തേക്കൻ തടികൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കട്ടള ആഞ്ഞിലിയാണ്. ആഞ്ഞിലിയിൽ തേക്കിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് ലീവിങ് ഏരിയ, ഗസ്റ്റ് വന്ന് കഴിയുമ്പോൾ ഇരിക്കാനുള്ള ലീവിങ് ഏരിയ. ആ ലീവിങ് ഏരിയയിൽ ഫാന്, ലൈറ്റ് എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ നിങ്ങൾക്ക് പിടിപ്പിക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ്. അവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റോറേജ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. തേക്കിൻ്റെ തടി കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ. ആ കിച്ചൺ നോക്കിക്കോ, അതിമനോഹരമായ കിച്ചണും വർക്ക് ഏരിയയും. അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വർക്ക് ഏരിയ, സ്റ്റോർ റൂമാണിത്. ഇപ്പോൾ പുതിയ വീടുകൾക്കൊന്നും ആരും അങ്ങനെ സ്റ്റോർ റൂം പ്ലേസ് ചെയ്യാൻ ഇടയ്ക്ക് മറന്നു പോകുന്നതാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം സ്റ്റോർ റൂം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ക്ലീനിങ് ആണ്. അപ്പോൾ ഇത് എല്ലാ ബെഡ്റൂമിലും ലൈറ്റ്, ഫാന് സംവിധാനങ്ങൾ ഏറ്റവും ഐഡിയാപരമായിട്ട് ചെയ്തിരിക്കുന്നു. പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിരിക്കുന്നു. ഇതൊരു ടോയ്ലറ്റ്, ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റെയർ കേസിന് സമീപമുള്ള അടുത്ത റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഞാനിത് കാണിക്കാൻ കാരണം ഇത് 3 ഫേസ് വയറിംഗ് ആണ്. നമുക്ക് ഒരു എല്ലാ ബെഡ്റൂമിലും AC കൊടുത്താലും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആരും വന്ന് പരാതി പറയില്ല, ഇല്ലേ ഫൈൻ ഈടാക്കേണ്ടി വരില്ല. ഇത് ആ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ, ടോയ്ലറ്റ്, ചൂടുവെള്ളത്തിൻ്റെയും തണുത്ത വെള്ളത്തിൻ്റെയും പൈപ്പ് എല്ലാ ബെഡ്റൂമിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ മേടിച്ച് വെച്ചാൽ മാത്രം മതി. നമുക്ക് എല്ലാ ബെഡ്റൂമിലും, ടോയ്ലറ്റിലും, കിച്ചണിലും നമുക്ക് ചൂടുവെള്ളം കിട്ടാനായിട്ടുള്ള രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത് മുകളിലേക്ക് കയറുകയാണ്. മുകളിലും 2 ബെഡ്റൂമാണ്. നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നത്, ആദ്യമേ കയറി ചെല്ലുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്.
ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, പക്ഷെ നേരെ ഓപ്പോസിറ്റ് കണ്ട ഡോറെന്ന് പറയുന്നത് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെൻറ്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി വൈകുന്നേരമൊക്കെ ഒന്ന് ഇറങ്ങി തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ടുള്ളൊരു സ്പേസാണ്. ഇതാണ് താഴെ കാണുന്ന വീടുകളൊക്കെ. ബാക്കി എല്ലാം ഒരു നില വീടും ഈ ഒരു വീട് മാത്രമാണ് 2 നില വീട്. എല്ലാ പാളികളും തേക്കിൻ്റെയാണ്, കണ്ടോളൂ. അതിനുശേഷം ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഫാന്, ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഈ ബെഡ്റൂമിൻ്റെ നേരെ ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. അത് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഷവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇടാനായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസാണ് ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മുകളിലോട്ട് വാട്ടർ ടാങ്കൊക്കെ കഴുകാനായിട്ട് കയറാനൊക്കെ ആയിട്ടൊരു ഗോവണി കൊടുത്തിട്ടുണ്ട്. എന്താണ്, വലിയ വിശാലമായൊരു ഓപ്പൺ സ്പേസാണിത്. വാഷിംഗ് മെഷീൻ എവിടെയും പ്ലേസ് ചെയ്യാം. ഇതിനപ്പുറത്തെ വീടുകളൊക്കെയാണ്. ഇങ്ങനെ അതിമനോഹരമായി എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 9744487763. നിങ്ങൾക്ക് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. വിളിക്കാൻ മറക്കരുത്.